അങ്ങനെ പുഷ്പമേളയുടെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം പൂവും കൊണ്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഇവിടെ ഈ ഒരു 10-20 ഏക്കർ സ്ഥലമുണ്ട്. ഇതിപ്പം കണ്ടോ, സൂര്യകാന്തിയുടെയാണ്. സൂര്യകാന്തി നല്ല പിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഓരോ സൈഡിലും പൂവുകളാണ്, പൂവും കൊണ്ടുള്ള കളിയാണ് മൊത്തം. അതുകൊണ്ട് ഓരോരോ ഇവരിങ്ങനെ ഓരോരുത്തരും ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് നല്ലപോലെ അലങ്കരിച്ച് ഓരോ പുഷ്പങ്ങൾ, റോസ് അങ്ങനെയുള്ള പരിപാടി. ഇത് കണ്ടിട്ട് ഇതിപ്പം ഒരു മയിലിൻ്റെയാണ് കാണുന്നത്. ഇതുപോലെ പൂവും കൊണ്ടാണ് ഇവർ ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഫുള്ള് ഇവിടെ ഇങ്ങനെ ഓരോരോ ഇതുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ സെറ്റപ്പ് മൊത്തം പൂവും കൊണ്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവരുടെ കർണാടകയിലെ ഒരു ഇതാണ്. ഇതിൻ്റെ അകത്താണ് മെയിനായിട്ടുള്ള ഒരു പുഷ്പമേളയുടെ മെയിൻ സംഭവം. ഇതിൻ്റെ അകത്താണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ കണ്ണാടിക്കൂടിൻ്റെ അകത്ത്. അതിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിലുള്ളൊരു കാഴ്ചയാണ് 2 മുയലും കുഞ്ഞുങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. എൻ്റെ അകത്ത് നല്ല തിരക്കാണ്, മൊത്തം നല്ല തിരക്കാണ്. ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ടൈം നമുക്ക് വെള്ളമൊക്കെ നമ്മുടെ ദേഹത്ത് വീഴും. ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന്. ഇതാണ് ഇവിടുത്തെ ഒരു അലങ്കാര പണികൾ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോവാം. ഇവിടെ ഫുള്ള് നമുക്ക് അങ്ങ് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര ആൾക്കാരാണ്, നല്ല തിരക്കായിട്ടുള്ള സമയമാണ് ഞാൻ വന്നത്. ഇവിടുന്ന് ഇനി നേരെ നമ്മൾ എൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ പോവാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് ഭയങ്കര നല്ല ഭംഗിയായിട്ട് നമുക്കുള്ളത്. നല്ല അലങ്കരിച്ച് നല്ല വെച്ചിരിക്കുന്നുണ്ടോ, ഓരോരോ ഇതായിട്ട് തന്നെ എല്ലാം പൂ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് റോസാപ്പൂവിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. റോസാപ്പൂ കൊണ്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പുഷ്പമേളയുടെ മെയിനായിട്ടുള്ള സംഭവം. ഇതാണ് കേട്ടോ, ഈ ഇതിൻ്റെ അകത്തുള്ള ഒരു സെറ്റപ്പാണ് മെയിനായിട്ട് ഇവിടുത്തെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മൊത്തം തിരക്കും മൊത്തം ഉള്ളത്. ഇതിനകത്ത് വെള്ളമാണ്, നമ്മുടെ ദേഹത്ത് ഇങ്ങനെ വെള്ളം വീണൊഴുകി ഫുള്ള് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഈ പൂക്കളിലടിക്കുന്ന ഇതാണ് തോന്നും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വെളിയിലിറങ്ങാം. വെളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. ഇതിൻ്റെ വെളിയിലിറങ്ങുമ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ 2 വണ്ടികളുടെ ഇതിൽ പൂവും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. 2 ലോറികളുടെ ഇത്, അത് പൂ കൊണ്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പൂവിൻ്റെ ഇതാണ് ഫുള്ള്, അതായത് പൂ കൊണ്ടാണ് ഈ വണ്ടിയുടെ ഇത് ഫുള്ള് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. നല്ല രസമുണ്ട്. 2 ലോറികളുടെ ഇതുപോലെ തന്നെ ഉണ്ട്, നല്ല ഇലയും പൂവൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. JK ടയറിൻ്റെ അവരുടെ സ്പോൺസറിങ്ങിൽ വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇറങ്ങുകയാണ്. ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ഒരു കാളെ നന്ദികേശൻ്റെ ഒരു ഇത് പൂ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബന്ദിപ്പൂവിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വെളിയിൽ നിന്നുള്ളൊരു വ്യൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങുകയാണ്, വെളിയിലോട്ട് ഇറങ്ങാനാണ്. ഇവിടുന്ന് ഇറങ്ങി വരുന്ന സൈഡിലുള്ള കുറേ കാഴ്ചകൾ. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട്, കാരണം വൈകിട്ടായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ വാടിപ്പോവും, ഇത്ര നേരം നിൽക്കുന്നതല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയിൽ ഉള്ളൊരു സെറ്റപ്പാണ് കണ്ടത്. നല്ല ഭംഗിയില്ല, മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നവർ, നല്ല രസമാണ്. ഇവിടെ നല്ല ഫോട്ടോ പോയിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്നിട്ട് ഇങ്ങനെ തിരക്ക് കൂടുന്ന സ്ഥലമാണ്. അങ്ങനെ ഫുള്ള് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ നവരാത്രിയുടെ ആഘോഷത്തിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് ഫ്രണ്ടിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. നല്ല ദേവിയുടെ ഇതൊക്കെ വെച്ച് അലങ്കരിച്ച് ഇവിടെ വിളക്കൊക്കെ വെച്ച് ഇവിടെ ഭയങ്കര പരിപാടികളാണ്. ഈ നവരാത്രിക്കൊക്കെ ഭയങ്കര പരിപാടികളാണ്. ഇപ്പോൾ വിജയദശമി ദിവസമൊക്കെ ഇവിടെ ഭയങ്കര പരിപാടികളാണ്. അങ്ങനെ ഇവിടെ കുറേ സ്റ്റാളും കാര്യങ്ങളും എല്ലാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുഷ്പമേളയ്ക്ക് കാണാൻ വരുന്നവർ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ കൊട്ടാരത്തിന് അങ്ങോട്ട് പോവാണ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ദസറ എക്സ്പോ ആണ്. എക്സ്പോ കാണാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ കൊട്ടാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് ദസറ എക്സ്പോ നടക്കുന്നത്. ഇങ്ങോട്ടാണ് നേരെ ഞാൻ വന്നത്. ഇനി നമ്മൾ നേരെ ദസറ എക്സ്പോയ്ക്ക് കയറാൻ പോകണം. എക്സ്പോയിൽ ഇനി കുറച്ച് കാഴ്ചകൾ കാണാം. ഇനി ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് കയറാം.